ഹലോ. അപ്പൊ ഇന്നത്തെ ഒരു വോട്ടായിട്ടിന്റെ ഇടയിൽ നോക്കിയാലോ. ഇന്ന് റമദാൻ ഒന്നാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്തൊക്കെയാ കഴിച്ചതെന്ന് നോക്കാം. രാവിലെ സുഹൂറിന് അത്താഴത്തിന് ഞാൻ എടുത്തത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഈ ഓവർനൈറ്റ് ഓട്സിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണണേ. അതുപോലെ തന്നെ ഈ 2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പഴം, പിന്നെ ഒരു ചെറിയ കഷ്ണം അത്തിപ്പഴം, പിന്നെ ഒരു ചെറിയ കഷ്ണം വാൾനട്ട്. ഇത്രയാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുക അത്രയും എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ജ്യൂസായിട്ട് ഞാൻ എടുത്തത് ബത്തക്കയുടെ ഇങ്ങനെ എന്താ പറയുക ബത്തക്ക വെള്ളമാണ് എടുത്തത്. ജ്യൂസാക്കിയിട്ട് കഴിക്കുന്നതിനെക്കാട്ട് എത്രയോ നല്ലതാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുക. പക്ഷെ എനിക്ക് ജ്യൂസ് ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട് തിരഞ്ഞെടുത്തത്. എല്ലാ ദിവസവും ഇങ്ങനെ ആണെന്നില്ല, ജ്യൂസായിട്ടും എടുക്കും ഫ്രൂട്ട്സ് ആയിട്ടും എടുക്കും. നമുക്ക് എങ്ങനെയാണോ പറ്റുക അതുപോലെ എല്ലാ കാര്യങ്ങളും ചൂസ് ചെയ്യാം. അതുപോലെ ഇതിൽ ഷുഗർ ചേർത്തിട്ടില്ല കേട്ടോ, മധുരം ഇല്ലാത്ത ബത്തക്ക വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും എടുത്തു, ഇതുപോലെ കുറച്ച് ഗ്രേപ്സും, പിന്നെ ഒരു ചെറിയ പീസ് സപ്പോട്ടയും, നെക്സ്റ്റ് 2 പീസ് ഓറഞ്ചും എടുത്തത്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്തെങ്കിലുമൊക്കെ കുടിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഒരു കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ലാവുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തൊക്കെയോ കുടിക്കണം എന്തൊക്കെയോ കഴിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവുന്നുണ്ട്. പിന്നെ നമ്മൾ നിസ്കരിക്കുന്നതിന് മുന്നേ തന്നെ ചായന്റെ കടിയൊക്കെ എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പൊ ഞാനിന്ന് ഫുഡായിട്ടൊന്നും എടുക്കാണ്ട് ഈ മോമോസ് ആണ് കഴിക്കുന്നത്. ഇത് വീറ്റ് മോമോസ് ആണ്. ഇതിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും സ്നാക്സ് ഒക്കെ കഴിക്കണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ഫുഡായിട്ടൊന്നും എടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ സ്നാക്സ് ആയിട്ട് തന്നെ കഴിക്കാം. പിന്നെ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ടിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ കൂടെ തന്നെ എക്സസൈസും കൊണ്ടുപോകാൻ നോക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള കടികളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എന്റെ കടികൾ മാത്രം തിന്നിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചത്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.